ഹലോ മക്കളെ, +1 കൊമേഴ്സ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഞാൻ മാത്സ് പഠിക്കണോ അല്ലെങ്കിൽ അതിനകത്ത് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അതിനകത്ത് മാത്സ് ആണോ വരുന്നത് എന്നുള്ള സ്ഥിരമായിട്ടുള്ള ഡൗട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മാത്സിൻ്റെ അകത്ത് +1 ആണെങ്കിലും +2 ആണെങ്കിലും 10th ആണെങ്കിലും നിങ്ങൾ മാത്സ് പഠിച്ച രീതിയിലല്ല അക്കൗണ്ടൻസി പഠിക്കേണ്ടത്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് വർക്കാണ്. ഒരിക്കലും നിങ്ങൾ മാത്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളൊന്നും നമ്മൾ അക്കൗണ്ടൻസിയിൽ യൂസ് ചെയ്യുന്നില്ല. അതായത് A+B × A-B എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ തിങ്സ് ഒന്നും നമ്മുടെ അക്കൗണ്ടൻസിയിൽ വരുന്നില്ല. അക്കൗണ്ടൻസിക്ക് ആവശ്യമുള്ളത് നിങ്ങളെ ബേസിക് അരിത്തമെറ്റിക്കൽ പ്രൊസീജിയറാണ്. നമുക്ക് ഒരു 10 എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റണം, നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റണം. ഇത്തരത്തിലുള്ള ബേസിക് അക്കൗണ്ടിങ് പ്രൊസീജിയർ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടൻസി ഉള്ളൂ. നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അതുകൊണ്ട് മാത്സിൽ ഞാൻ വീക്ക് ആയതുകൊണ്ട്, മാത്സിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കൊമേഴ്സിൽ വന്നുകൊണ്ട് അക്കൗണ്ടൻസി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും വേണ്ട. അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് മാത്സ് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടന്റ് ഓറിയൻറ്റഡ് പഠിക്കാൻ സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് തീർച്ചയായും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ക്ലാസ് റൂമിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു അരിത്തമെറ്റിക്കൽ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്ററോട് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് മാത്സിൻ്റെ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും വേണ്ട. അപ്പോൾ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ച കുട്ടികൾ മാത്സിൻ്റെ പേടി കൊണ്ട് എടുക്കാതിരിക്കേണ്ട, ധൈര്യമായിട്ട് വന്നോളൂ. അടിപൊളിയായിട്ട് നമുക്ക് കൊമേഴ്സ് പഠിക്കാം.